അങ്ങനെ ഞങ്ങളും ആദ്യമായിട്ട് നാലമ്പല ദർശനത്തിന് പോയി. കർക്കിടകം തുടങ്ങിയപ്പോ കുറെ റീൽസ് ഒക്കെ കണ്ടായിരുന്നു നാലമ്പല ദർശനം എന്ന് പറഞ്ഞ്. അന്ന് ഞങ്ങള് എപ്പോഴെങ്കിലും പോകാൻ പറ്റുമ്പോ പോണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇത്ര പെട്ടെന്ന് നടക്കുന്നു വിചാരിച്ചില്ല. പെട്ടെന്ന് ഒരു ദിവസം ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നാലമ്പല ദർശനത്തിന് പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടോ എന്ന്. വെളുപ്പിന് 5 മണിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ 4 മണിക്ക് എണീറ്റ് കുളിച്ചു. അന്നേരം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. തലേ ദിവസം മഴ നിർത്താണ്ട് അങ്ങനെ പെയ്ത കാരണം പോകുന്ന വഴിക്കൊക്കെ നല്ല വെള്ളക്കെട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഫസ്റ്റത്തെ അമ്പലമായ ശ്രീരാമന്റെ അമ്പലത്തിലാണ് ആദ്യം പോയത്. അവിടെ ചെന്ന് കുറച്ച് വഴിപാടൊക്കെ എഴുതിപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് നേരെ ഞങ്ങൾ മീനൂട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം കയറിയിട്ട് ആകെ കലക്ക വെള്ളമായിരുന്നു. മീനും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ എന്തായാലും ഫുഡ് വാങ്ങിച്ചല്ല എന്ന് വിചാരിച്ചു വെള്ളത്തിലേക്ക് ഇട്ടു. എപ്പോഴെങ്കിലൊക്കെ വന്ന് കഴിക്കുമായിരിക്കും മീൻ. പിന്നെ പുറത്തിറങ്ങി നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് രണ്ടാമത്തെ അമ്പലമായ ഭരതന്റെ അമ്പലത്തിലാണ്. ഈ ഒരു പ്രദേശത്ത് ഫുൾ കൃഷികളായിരുന്നു. റബ്ബർ, ജാതിക്ക, റംബൂട്ടാൻ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ നിറച്ച് റബ്ബറൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കണ്ണൂരാണ് ഓർമ്മ വന്നത്. അവിടെയാണ് ഞങ്ങൾ ഇങ്ങനെ റബ്ബറൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ ഒരു അമ്പലത്തിന്റെ എൻട്രൻസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. 2 സൈഡിലും റബ്ബറാണ്. അതിന്റെ നടുക്ക് കൂടെയാണ് വഴിയുള്ളത്. പിന്നെ അതിന്റെ ഫ്രണ്ടിലെ റോഡിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു ബണ്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നെയാണോ അതിന് പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞങ്ങൾ പണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവിടെയും കുറച്ച് വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ വടയും ചായയും കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വട മാത്രം എടുത്തുള്ളൂ, ചായ എടുക്കാൻ നിന്നില്ല. രാവിലെ ഒന്നാമത് ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ട്രാവലറിൽ ഇരുന്ന് പോകുന്നോണ്ട് ചായ കുടിച്ചത് കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു, അത് കുടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് 3ാമത്തെ അമ്പലമായ ലക്ഷ്മണന്റെ അമ്പലത്തിലോട്ടാണ്. അങ്ങനെ അവിടെയും തൊഴുത്തു വഴിപാടൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഫ്രണ്ടിൽ പാൽപ്പായസം വെച്ചേക്കുന്നത് കണ്ടത്. രാമന്റെ അമ്പലത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ പാൽപ്പായസം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് വാങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ അതും വാങ്ങിച്ച് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. കഞ്ഞിയും കപ്പപ്പുഴുക്കും അച്ചാറും ആയിരുന്നു. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങി. ഞങ്ങൾ പോകുന്ന വഴി കണ്ടൊരു പള്ളി കണ്ടത്. എന്തോരം സ്റ്റെപ്പാന്നറിയോ, ഇത് നല്ല ഹൈറ്റിലാ പള്ളി ഇരിക്കുന്നത്. ദിവസം ആൾക്കാർ അതിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നു എന്നായിരുന്നു ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ 4ാമത്തെ അമ്പലമായ ശത്രുഘ്നന്റെ അമ്പലത്തിലും എത്തി. ഈ അമ്പലം റോഡ് സൈഡിലല്ലായിരുന്നു, കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടായിരുന്നു. ഇങ്ങോട്ട് കയറുന്ന വഴിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ സെറ്റും മുണ്ടും വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു. അവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ശത്രുഘ്നന് ചക്രം വഴിപാടായിട്ട് കൊടുക്കുന്നതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം ചെയ്തു. പിന്നെ അവിടെ പായസ വിതരണം ഉണ്ടായിരുന്നു. അങ്ങനെ പായസം കഴിക്കാൻ പോയി. ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു കുളത്തിൽ വേസ്റ്റ് ഒന്നും ഇടരുത്, ഫുഡിന്റെ വേസ്റ്റ് അങ്ങനെ ഒന്നും ഇടരുതെന്നും പറഞ്ഞ്. ഞങ്ങൾ പായസം മേടിക്കാൻ പോയപ്പോഴാണ് കണ്ടത് നല്ലൊരു കുളം, നല്ലൊരു ബ്ലൂ കളറായിരുന്നു വാട്ടർ. നമുക്ക് അണ്ടർ വാട്ടർ ശരിക്കും കാണാൻ പറ്റും പുറത്തു നിന്ന് കഴിഞ്ഞാൽ. കുറെ മീനും ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഫോണിൽ എടുത്തോണ്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ അടിയിൽ ഇതൊന്നും കിട്ടിയില്ല. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കണ്ടിറങ്ങി നമ്മൾ നേരെ പോയത് ആദ്യം പോയ അമ്പലത്തിലോട്ടാണ്, രാമന്റെ അമ്പലത്തിലോട്ട്. എന്തോ ഉണ്ട്, നമ്മൾ ബാക്കിയെല്ലാ അമ്പലത്തിലും ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെന്ന അമ്പലത്തിൽ തന്നെ ഒന്നും കൂടി പോണം എന്ന്. അവിടെ പോയപ്പോൾ ഞങ്ങളൊരു ചെറിയ രാമായണം മേടിച്ചു. ഞങ്ങളുടെ വീട്ടിൽ രാമായണം ഉണ്ടായിരുന്നില്ല.